കോഴിക്കോട്ടെ മുസാഫർ അഹമ്മദ് തോറ്റു. മേയർ സ്ഥാനാർത്ഥിയായിരുന്നു മുസാഫർ അഹമ്മദ് തോറ്റു കോഴിക്കോട്. ഇനി തൃശ്ശൂരിലേക്ക് പോകണം. തൃശ്ശൂരിൽ നടരാജ് പരശുറാം ചേരുന്നു. തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്കുകൾ, ഗ്രാമപഞ്ചായത്ത്, കോർപ്പറേഷൻ മൊത്തം ആർക്കാണ് മുൻതൂക്കം? നടരാജ്. കോർപ്പറേഷനിൽ UDF-നാണ് മുൻതൂക്കം. UDF ഏതാണ്ട് 34 സീറ്റിൽ ഇപ്പോൾ ലീഡ് ചെയ്തുകൊണ്ട് ഏതാണ്ട് ഭരണം ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് പറയാം. LDF 13-ലും NDA 7-ലുമാണ്. കോൺഗ്രസിന് വിമതശല്യം ഉണ്ടായിരുന്നു. 2 വിമതന്മാർ ലീഡിംഗ് ആണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതേസമയം മറ്റ് സ്ഥലങ്ങളിൽ LDF-ന് ആധിപത്യമുണ്ട്. 5 മുനിസിപ്പാലിറ്റികളിൽ LDF ആണ് ലീഡ് ചെയ്യുന്നത്. UDF 2 സ്ഥലത്ത് മാത്രമാണുള്ളത്. ജില്ലാ പഞ്ചായത്തിലും 22 ഡിവിഷനിൽ LDF ലീഡ് ചെയ്യുന്നു. 8 സ്ഥലങ്ങളിലാണ് UDF ഉള്ളത്. ആകെയുള്ള 16 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 12 ബ്ലോക്ക് പഞ്ചായത്തുകൾ LDF ആണ് ലീഡ് ചെയ്യുന്നത്. 4 ബ്ലോക്ക് പഞ്ചായത്തിലാണ് UDF ഉള്ളത്. ഗ്രാമപഞ്ചായത്തിലും അങ്ങനെ തന്നെയാണ് സ്ഥിതി. 43-23 എന്നുള്ളതാണ് ഗ്രാമപഞ്ചായത്തിൽ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഇത് വരുന്നത്. കോർപ്പറേഷൻ പിടിച്ചെടുത്തു UDF എങ്കിലും മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിൽ LDF മുന്നിരുന്ന കാഴ്ചയാണ് തൃശ്ശൂരിൽ കാണുന്നത്. ശരി, പാലക്കാട്ടേക്ക് പോകണം. പാലക്കാട് നഗരസഭയിൽ UDF 12 സീറ്റ് ലീഡ് ചെയ്യുന്നു. LDF 7 സീറ്റിലാണ് ലീഡ് ചെയ്യുന്നത്. NDA 8 സീറ്റിലും. പാലക്കാട് സംഭവിക്കുന്നത് എന്താണ്? പാലക്കാട് UDF-ന്റെ മുന്നേറ്റം എന്താണ്? ഇപ്പൊ വരുന്ന വാർത്ത, പാലക്കാട് നഗരസഭയിലെ 41-ാം വാർഡ് UDF സ്ഥാനാർത്ഥി 11 വോട്ടിനാണ് വിജയിച്ചത്. പാലക്കാട്ടിൽ നിന്ന് എവിടെ സാജിദ് അജ്മൽ? എവിടെ? വേഗം വരട്ടെ സാജിദ് അജ്മൽ. എന്താണ് പാലക്കാട് സംഭവിക്കുന്നത്? ഈ രാഹുൽ മാങ്കൂട്ടം വിവാദമൊക്കെ ഉണ്ടായതിനു ശേഷവും നഗരസഭ പിടിച്ചെടുക്കാൻ പോവുകയാണോ എന്ന ചോദ്യം അവിടെ നിൽക്കുന്നു. എന്താണ് അവിടെ ഇതിന് തുടർച്ച ഉണ്ടാകുമോ അതോ മാറി മറിയുമോ സീറ്റുകൾ? സാജിദ്, പാലക്കാട്ടെ ഇപ്പോഴത്തെ ടാലി എങ്ങനെയാണ്? നിഷാദ, ഈ 13 വാർഡുകളുമായി UDF ഈ പാലക്കാട് നഗരസഭയുടെ മുന്നേറ്റം തുടരുകയാണ്. 8 വാർഡുകളിലാണ് UDF BJP ഉള്ളത്. BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ മാത്രമാണ് അവർക്ക് എന്തെങ്കിലും ചലനം നിലവിൽ ഉണ്ടാക്കാൻ കഴിയുന്നുള്ളൂ. ഇപ്പോൾ പോരാട്ടം നടക്കുന്ന എല്ലാ സ്ഥലങ്ങളും UDF പിടിച്ചെടുക്കുന്നു. അതിൽ ചില സ്ഥലങ്ങൾക്ക് LDF-നും നേട്ടമുണ്ടാക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും നിലവിൽ റിസൾട്ട് വന്നതിൽ 13 വാർഡിൽ UDF, 8 BJP, 6 LDF എന്ന് ഇങ്ങനെയാണ് നിലവിലുള്ളത്. ഇനിയും ഇപ്പോൾ പകുതി മാത്രമാണ് പാലക്കാട് നഗരസഭയിലെ എണ്ണി തീർന്നിട്ടുള്ളത്. ഇനിയും പകുതി എണ്ണാനുണ്ട്. ഇപ്പോൾ ഈ 3 റൗണ്ട് പൂർണ്ണമായിട്ടില്ല. ഇനി 4-ാം റൗണ്ട് പൂർണ്ണമായും എണ്ണാനുണ്ട്. 5-ാം റൗണ്ടിൽ 5 വാർഡുകളാണ് ഉണ്ടാവുക. ശരി, കോഴിക്കോട്ടേക്കൊന്ന് പോകട്ടെ. അവിടെ മുസഫർ അഹമ്മദ് എന്ന ഡെപ്യൂട്ടി മേയർ, ഇത്തവണത്തെ മേയർ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു. ഒന്ന് മേയറുടെ വാർഡിൽ NDA ജയിച്ചു. 2 മുസഫർ അഹമ്മദ് എന്ന് പറഞ്ഞ മേയർ സ്ഥാനാർത്ഥി തോറ്റുപോയിരിക്കുന്നു. അപ്പൊ കോഴിക്കോട് കോർപ്പറേഷനിൽ എന്തൊക്കെയോ സംഭവിക്കുകയാണ്. കോഴിക്കോട് കോർപ്പറേഷനിൽ മാത്രമല്ല, LDF-ന്റെ ഉരുക്കുകോട്ടകൾ പലയിടത്തും അവർ വിചാരിക്കാത്ത ഫലമുണ്ടാവുന്നു എന്ന് മാത്രമല്ല, പലതും കയ്യിൽ നിന്ന് പോകുന്നു. പ്രമുഖരാകെ അമ്പേറ്റ് വീഴുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. മുസഫർ അഹമ്മദ് ഒക്കെ തോക്കുക. എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത്? എന്താണ് കോഴിക്കോട് സംഭവിക്കുന്നത്? അത് കാണേണ്ടത് തന്നെയാണ്. കോഴിക്കോട് എന്നുള്ള മുഹമ്മദ് അസ്ലമിനെ നമുക്ക് വേണം, അല്ലെങ്കിൽ ഷബീർ ഒമറിനെ വേണം. അസ്ലം, എന്താണ് കോഴിക്കോട് കോർപ്പറേഷനിൽ സംഭവിക്കുന്നത്? കോഴിക്കോട് കോർപ്പറേഷനിൽ അട്ടിമറികളുടെ തുടർച്ചയാണ് സംഭവിക്കുന്നത്. UDF-ന്റെ മേയർ സ്ഥാനാർത്ഥിക്ക് പിന്നാലെ LDF-ന്റെ മേയർ സ്ഥാനാർത്ഥി CP മുസഫർ അഹമ്മദ്, നിലവിലെ ഡെപ്യൂട്ടി മേയർ, കോൺഗ്രസിന്റെ SK അബൂബക്കറിനോട് തോറ്റിരിക്കുന്നു. മീഞ്ചന്ത എന്ന് പറഞ്ഞ വാർഡിലാണ് അവിടെ ശക്തമായ മത്സരത്തോടുവിൽ SK അബൂബക്കർ നേരിയ വോട്ടുകൾക്കാണ് വിജയിച്ചത്. അതേസമയം അത് വലിയൊരു വീഴ്ചയാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം നിലവിലെ ഡെപ്യൂട്ടി മേയറാണ്. പുതിയൊരു മേയറായി അദ്ദേഹം തന്നെ വരുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ച ഘട്ടത്തിലാണ് ശക്തമായ പോരാട്ടത്തിനുള്ളിൽ മീഞ്ചന്ത് ജയിക്കുന്നത്. മീഞ്ചന്ത് നിലവിൽ BJP-യുടെ വാർഡായിരുന്നു. അതേസമയം വാർഡ് വിഭജനത്തിലൂടെ സുരക്ഷിതമാക്കി എന്ന് ഉറപ്പുവരുത്തിയാണ് ആ മീഞ്ചന്ത വാർഡിൽ CP മുസഫർ അഹമ്മദ് മത്സരിക്കാൻ ഇറങ്ങിയത്. അതേസമയം കടക്കൂടിൽ ജനകീയനായ കൗൺസിലർ, കോൺഗ്രസിന്റെ നിലവിലെ കൗൺസിലറാണ് SK അബൂബക്കർ. മറ്റു വാർഡുകളിലെ കൗൺസിലറായിരുന്നു അദ്ദേഹം. ആ ജനകീയത കൊണ്ട് തന്നെ ശക്തമായ മത്സരം കാഴ്ചവെച്ചുകൊണ്ട് CP മുസഫർ അഹമ്മദിനെ തോൽപ്പിച്ചിരിക്കുന്നു. LDF-ന്റെയും UDF-ന്റെയും മേയർ സ്ഥാനാർത്ഥികൾ കോഴിക്കോട് തോറ്റു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത.